പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ എൻ്റെ ഒരു ദിവസം കാണിക്കണേ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എൻ്റെ വീട് കിടക്കുന്ന കോലം കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഞാൻ ആകെ മടി പിടിച്ചിട്ട് ഒരു പണിയും ചെയ്യാതെ, ഒരു മൂഡും ഇല്ലായിരുന്നു, ആകെ അസ്വസ്ഥമായിട്ട് ഒന്നും ചെയ്യാതെ കിടക്കുന്നൊരു കോലാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതുമാത്രമല്ല, 2 ദിവസം നമ്മളിവിടെ ഇല്ലായിരുന്നു, ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ചു വന്ന് അതിൻ്റെ ജാക്കറ്റും അതിൻ്റെ സാധനങ്ങളും എല്ലാം വാരി വലിഞ്ഞ് കിടപ്പുണ്ട്. നമുക്കതെല്ലാം വൃത്തിയാക്കണം. അത് പോരാഞ്ഞിട്ട് ഇന്നത്തെ കുക്കിങ്ങും ഉണ്ട്. അപ്പം അതും കൂടെ ചെയ്യണം. അപ്പം നമുക്കെല്ലാം കൂടെ ഇത് ചെയ്ത് തീർക്കാനുള്ളതാണ്. ഇനി ഞാനിങ്ങനെ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ആകെ വഷളായിപ്പോവും. അപ്പോൾ ഞാൻ ആദ്യം എൻട്രൻസിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഷൂവും എല്ലാം വലിഞ്ഞു വാരി കിടപ്പുണ്ട്, ചപ്പലുകളും അതെല്ലാം കിടപ്പുണ്ട്. അപ്പം അതെല്ലാം ഞാൻ എടുത്തത് റാക്കിലോട്ട് കയറ്റുവാണ്. അപ്പോൾ കയറുന്ന സ്ഥലം തന്നെ ഒന്ന് വൃത്തിയായാൽ പിന്നെ ബാക്കി ഒരു സമാധാനമാണല്ലോ. എന്നിട്ടാണ് ഞാൻ അകത്തോട്ടുള്ള ബാക്കി വൃത്തിയാക്കലൊക്കെ തുടങ്ങിയത്. നിങ്ങൾക്കും ഇതുപോലെ മൂഡ് സ്വിങ്സ് ഒക്കെ വരാറുണ്ടോ? എനിക്കിങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയും ചെയ്യാൻ തോന്നത്തില്ല. ആകെ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പല ജോലികളും ഇങ്ങനെ പെൻഡിങ് ആവും, മടി പിടിച്ചിട്ട്. അപ്പോൾ കുക്കിംഗ് പോലും ചിലപ്പോൾ ചെയ്യാൻ തോന്നാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ പിന്നെ നമ്മളെല്ലാം അങ്ങ് ശരിയാവും. പിന്നെ ആലോചിക്കുമ്പോൾ അയ്യോ ഞാൻ എന്താണ് ഇത്രയും നാൾ ഇതൊന്നും ചെയ്യാത്ത, ടൈം വേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പിന്നെ വീട് കിടക്കുന്ന കോലം കണ്ടിട്ട് അയ്യോ പിന്നെ ഇറങ്ങിത്തിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് എനിക്കുള്ളതാണ്. പിന്നെ ഇതെല്ലാം വൃത്തിയാക്കി വെക്കാതൊരു സമാധാനവും കിട്ടത്തില്ല. അങ്ങനെ ഇറങ്ങി തിരിച്ച ഒരു ദിവസമായിരുന്നു ഇന്നു. അപ്പം ഞാൻ കരുതി എന്തായാലും വീഡിയോ കൂടെ അങ്ങ് എടുത്തേക്കാം. അപ്പോൾ ഈ ജാക്കറ്റും ബാഗും എല്ലാം കിടപ്പുണ്ട് കേട്ടോ. ഒരറ്റത്തുനിന്ന് തുടങ്ങിയിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കണം, അതുണ്ട്. പിന്നെ മടി പിടിച്ച് മാറ്റി വെച്ച മെയിൻ കുറേ കാര്യങ്ങളുണ്ട്, അത് ചെയ്യണം നമുക്ക്, അതുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ എൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എനിക്ക് തന്നെ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. അതൊക്കെ വെക്കേണ്ടടുത്ത് വെച്ചില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതവിടെ നിന്ന് ചരിഞ്ഞു പോയാൽ പിന്നെ അത് പ്രശ്നം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുഴപ്പങ്ങളുണ്ട്. ചിലപ്പോൾ വൃത്തിയായിട്ട് കിടന്ന് അങ്ങ് വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. എന്നാൽ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പം വൃത്തിയാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരറ്റത്തുനിന്ന് എല്ലാം ചെയ്തിട്ട് എനിക്കൊരു സമാധാനവും കിട്ടത്തുള്ളൂ. പിന്നെ തുടച്ചല്ലാതെ നിർത്തത്തുമില്ല. നമ്മളിതിന് മുന്നേ ഫ്ലാറ്റിലായിരുന്നു. അപ്പോൾ ഇത്രയും പ്രശ്നം തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ആയപ്പോൾ ഇതിപ്പോൾ വില്ലയാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി നമ്മൾ കെയർ ചെയ്യണം. അതായത് ഓരോ സ്പേസ് കൂടുന്തോറും നമ്മൾ അത്രയും വൃത്തിയാക്കണം. നമുക്ക് അത്രയും ജോലി കൂടുതലാണ്. ഫ്ലാറ്റ് ആകുമ്പോൾ അത്രയും സ്ക്വയർ ഫീറ്റ് കുറവാണല്ലോ. അപ്പോൾ അത്രയും നമ്മൾ വൃത്തിയാക്കിയാൽ മതി, എളുപ്പമാണ്. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റെപ്പുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് വൃത്തിയാക്കണം. ഏറ്റവും കൂടുതൽ പൊടി അടിഞ്ഞു കിടക്കുന്ന മുകളിലത്തെ നിലയിലോട്ട് കയറുന്ന സ്റ്റെപ്പിലാണ്. എന്നാൽ നമ്മൾ മുകളിലത്തെ നില അധികം യൂസും ചെയ്യത്തില്ല. ഞാനൊക്കെ ആണെങ്കിൽ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടേ കയറാറ് പോലേ ഉള്ളൂ. പക്ഷെ ഫ്ലാറ്റ് ആകുമ്പം ഇത്രയും ഏരിയ നമുക്ക് കുറഞ്ഞിരിക്കുമ്പോൾ അത്രയും ക്ലീനിങ് ഒക്കെ കുറവാണ്. പിന്നെ നമ്മളിതിവിടെ ചൂസ് ചെയ്തത് കൊണ്ട് നമ്മൾ തന്നെ ഇതൊക്കെ കെയർ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ ഈ 2 ദിവസം മുന്നേ ലുലുന്നൊക്കെ മേടിച്ച സാധനങ്ങൾ ഇനിയും ബാക്കി ഇരിപ്പുണ്ട്, എടുക്കാതെ വെച്ചിരിക്കുവാണ്. അതൊക്കെ ഒന്ന് വെക്കേണ്ടടുത്ത് വെക്കുവാണ്. പിന്നെ ജാറിലാക്കാനുള്ളതൊക്കെ ഇരിപ്പുണ്ട്, അതിനി ചെയ്യത്തേ ഉള്ളൂ. ബാക്കി ഞാൻ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലൊരു റൂമുണ്ട്, അപ്പം അങ്ങോട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്യും. പിന്നെ റൈറ്റ് സൈഡിൽ ലോണ്ട്രി റൂമാണ്, അവിടെ ഞാൻ വെക്കേണ്ട കുറേ കവേഴ്സൊക്കെ ഞാൻ അവിടെയാണ് സ്റ്റോർ ചെയ്യാറ്. അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുവാണ്. അപ്പോൾ അതിൻ്റേതായ സ്ഥാനങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അടുക്കളയിൽ ബാക്കി ജോലികൾ ചെയ്യാൻ നമുക്ക് പറ്റും. ഇതെല്ലാം കൂടെ കിടക്കുന്നതിൻ്റെ ഇടയിൽ പോയി ചെയ്യുമ്പോൾ ആകെ എന്തോ പോലെയാണ്. അപ്പോൾ അതൊക്കെ ആദ്യം ചെയ്യുവാണ്. ഉള്ളിയും സവാളയൊക്കെ വെക്കേണ്ടടുത്ത് വെച്ചു. അങ്ങനെ അതൊക്കെ തീർക്കുവാണ്. പിന്നെ ഞാൻ മടി പിടിച്ച് മാറ്റി വെച്ച മറ്റൊരു വലിയ കാര്യമാണ് കേട്ടോ, തുണി മടക്കാത്തത്. അയ്യോ അത് മടക്കാൻ മടിച്ച് ഞാൻ വെച്ചിട്ട് ഇപ്പോൾ ഇഷ്ടം പോലെയായി തുണികൾ. അപ്പോൾ ഇതിപ്പോൾ തന്നെ ഏതാണ്ട് 3 പ്രാവശ്യം അലക്കിയ തുണികളുണ്ട് കേട്ടോ. അപ്പോൾ അലക്കുന്ന ഞാൻ അലക്കിയിടും, ഉണക്കിയെടുക്കുകയും ചെയ്യും. പക്ഷെ ഫോൾഡ് ചെയ്യുന്നതാണ് ഏറ്റവും മടി പിടിച്ച കാര്യം. അപ്പോൾ ഈ ബാസ്ക്കറ്റ് മേടിച്ച് പിന്നെ ഞാൻ അതിലങ്ങ് വെച്ചിരിക്കും. പിന്നെ ഈ സോഫയിലിട്ടാണ് ഞാൻ മടക്കുന്നത്. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് കാണിക്കാറുള്ള പോലെ തന്നെ മടക്കിയിട്ട് ഈ ബാസ്ക്കറ്റിൽ ഞാൻ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ട് സ്റ്റെപ്പിൽ കൊണ്ടുവയ്ക്കും. മുകളിലോട്ട് കയറുന്ന സമയത്ത് എടുത്തിട്ട് പോകും. പക്ഷേ ഇത് അന്നന്ന് ചെയ്താൽ കുഴപ്പമില്ല. എല്ലാ ദിവസവും ഞാൻ അലക്കുന്നുണ്ട്, പക്ഷെ മടക്കുന്നില്ലായിരുന്നു. അപ്പോൾ ആ കിടന്ന് കൂടിയതാണ് ഇനി അടുത്ത് ചെയ്യാനുള്ള പണി. കാരണം ഞാൻ അടുത്ത് വീണ്ടും അലക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ട്രിപ്പ് കഴിഞ്ഞ് പോയി വന്നേ പിന്നെ ആ തുണികൾ അലക്കാനുണ്ട്. ഓൾറെഡി ലോണ്ടറിയിൽ കിടന്ന തുണികളും അലക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ അലക്കാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇനി ഉണങ്ങി കിട്ടുമ്പോൾ ഇതിൻ്റെ കൂടെ ഭയങ്കര ലോഡായിപ്പോവും. അപ്പോൾ ഇത് ചെയ്ത് തീർക്കുവാണ് പെട്ടെന്ന്. ചില സമയത്തൊക്കെ ഹസ്ബൻഡും മോനും ഒക്കെ ഹെൽപ്പ് ചെയ്യും തുണി മടക്കാനായിട്ട്. അവരുടെയൊക്കെ ഞാൻ അവരെ അങ്ങ് ഏൽപ്പിക്കും മടക്കാനായിട്ട്. പക്ഷേ മോനൊക്കെ മടക്കും. പക്ഷെ നമ്മൾ മടക്കുന്ന പോലെ ആവില്ലെങ്കിൽ അതൊരു വലിയ ഹെൽപ്പ് തന്നെയാണ് മടക്കി തരുന്നത്. പക്ഷെ ഇപ്പോൾ മോൻ എക്സാമൊക്കെ നടക്കുവാണ്, ഹസ്ബൻഡ് ജോലിക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ തന്നെ ഇതങ്ങ് ചെയ്ത് തീർക്കാമെന്ന് കരുതിയിട്ടാണ് എല്ലാം അങ്ങ് ചെയ്ത് തീർക്കുന്നത്.
അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്താ കുക്കിങ്ങിലോട്ടൊക്കെ കിടക്കാൻ. പിന്നെ വിശാലമായി വലിയ കുക്കിംഗ് ഇന്നലെ കുറച്ചൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, അതനുസരിച്ച് ഉണ്ടാക്കത്തുള്ളൂ. സാധാരണ അലക്കുമ്പം ഉണങ്ങി കിട്ടുന്നല്ലേ ഈ ബാസ്ക്കറ്റ് എളുപ്പത്തിൽ കൊള്ളുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇത്രയും ലോഡായതുകൊണ്ട് കയറ്റാൻ ഞാൻ കിടന്ന് പാടുപെടണം. നല്ല പ്രസ് ചെയ്ത് കോമ്പാക്റ്റ് ആക്കി ഞാൻ കുത്തി നിറയ്ക്കുകയാണ് അതിനകത്ത്. അപ്പം നല്ല മുകളിലോട്ട് പൊങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ വീണ്ടും പ്രസ് ചെയ്ത് താഴോട്ടാക്കിയിട്ട് ആ ബാസ്ക്കറ്റിൽ ഒരുവിധം കൊള്ളിച്ചു. പിന്നെ ഒരു നീല R&Bയുടെ കവർ ആ ഷോപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു നീല കവറുണ്ട്, അപ്പോൾ അതിലും കൂടെ കുറച്ച് വെച്ചിട്ട് ആ സ്റ്റെയർ കേസിൽ കൊണ്ടുവയ്ക്കും. പിന്നെ മുകളിലോട്ട് കയറുന്ന സമയത്ത് ആരാന്ന് കയറുന്ന അങ്ങ് എടുത്തോളും. പിന്നെ അവരവരുടെ അലമാരയിലോട്ടങ്ങ് അടുക്കി പറക്കി വെച്ചോളും. അങ്ങനെ അപ്പോഴത്തേക്ക് അടുത്ത സെറ്റ് അലക്കി റെഡി ആയിട്ടുണ്ട് വാഷിംഗ് മെഷീനിൽ. അപ്പോൾ അതൊക്കെ വിരിക്കുവാണ്. തുണി ഇനിയും കുറേ ഉണ്ട് അലക്കാനായിട്ട്. അപ്പോൾ ഇന്നിനി ഈ ഒരു ട്രിപ്പേ ഉള്ളൂ. അതിന് നാളെ 2 പ്രാവശ്യം ഇടാന്നാണ് കരുതുന്ന, വെയിലുള്ളതുപോലെ. അങ്ങനെ തുണി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഒതുങ്ങി. മടക്കലും കഴുകലും ഒക്കെ തീർന്നു. ഇനിയുള്ളത് കിച്ചൺ ഒതുക്കാന്നുള്ളതാണ്. കിച്ചണിൽ തറയിലിരുന്നൊക്കെ ഒതുക്കി വെച്ചു, പക്ഷെ സ്ലാബൊക്കെ ഒത്തിരി വൃത്തിയാക്കാനുണ്ട്. അപ്പം അതെല്ലാം നല്ല നീറ്റ് ആക്കണം. എടുത്ത് വെക്കേണ്ട അടുത്തൊക്കെ എടുത്ത് വെക്കണം. കഴുകി വെച്ചതൊക്കെ ഇരിപ്പുണ്ട്, അത് ഒതുക്കിയാലേ നമുക്കിനി ബാക്കി കഴുകാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും അരി കഴുകി അടുപ്പത്തിടാന്ന് വിചാരിച്ചു. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ബാക്കി നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. പ്രഷർ കുക്കറിലാണ് കേട്ടോ അരി വെക്കുന്ന, മട്ട അരി. അപ്പോൾ അത് പെട്ടെന്ന് ആയി കിട്ടും പ്രഷർ കുക്കറിൽ, ഒരു വിസിൽ മതി. അപ്പോൾ അത് നല്ലോണം അരി കഴുകി അടുപ്പത്ത് വെക്കുവാണ്. അപ്പോൾ അത് നല്ല ഫുൾ ഫ്ലെയിമിൽ അങ്ങ് ഇട്ടിട്ട് ഞാൻ ബാക്കിയുള്ളത് ഒതുക്കുകയാണ്. അപ്പം അരി അതിൻ്റെതായ സമയത്ത് വെന്തിരിക്കുമല്ലോ, പിന്നെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. ശരിക്കും പറഞ്ഞാൽ ഈ കിച്ചൺ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ആയിട്ട് ഇരുന്നാലേ നമുക്ക് ബാക്കി ജോലികളൊക്കെ ചെയ്യാൻ തോന്നത്തുള്ളൂ. അപ്പോൾ ഈ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെതായ സ്ഥാനങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ജോലികളൊക്കെ പെട്ടെന്ന് തീർന്നോളും. പിന്നെ നമുക്ക് ഈ സ്ലാബൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കാനുണ്ട്. സ്ലാബിൽ നല്ല പൊടി അടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ട്രേ വൃത്തിയാക്കാനുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇവിടുന്ന് പറിച്ച തക്കാളിയും പച്ചമുളകൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെതായ ടപ്പുകളിൽ ഇട്ട് വെക്കണം. പിന്നെ ഒരു പപ്പായ പഴുത്തിരിക്കുന്ന അതൊക്കെ എടുത്ത് വെക്കണം. പേരയ്ക്ക, അപ്പോൾ അതൊക്കെ ഇനി ഇവിടുന്ന് ചീത്തയായി പോവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുവാണ്. അപ്പം നമുക്ക് ഇത്രയും തക്കാളിയാണ് കേട്ടോ കിട്ടിയത് ഇവിടുന്ന്. അപ്പോൾ നല്ല തക്കാളിയാണ്, നല്ല ജ്യൂസി ആയിട്ടുള്ള തക്കാളിയാണ്. പച്ചമുളകും ആദ്യമായിട്ടാണ് ഞാൻ ഈ എരിവുള്ള പച്ചമുളക് ഇവിടെ നടുന്നത്. അപ്പോൾ നന്നായി കിട്ടിയപ്പോൾ അതാണ് നമ്മൾ കറികളിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വാങ്ങിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് തീരെ കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഇഷ്ടംപോലെ വേണമല്ലോ നമ്മുടെ കറികൾക്ക്. ആവശ്യമുണ്ടെങ്കിൽ മേടിക്കും, ഇല്ലെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യും. പിന്നെ ഞാൻ മടി കാരണം മാറ്റി വെച്ച ഒരു പണിയാണ് ഈ ട്രേ വൃത്തിയാക്കുന്നത്. ഈ ട്രേയിലാണ് ഞാൻ കെറ്റിലും വെള്ളത്തിൻ്റെ ജാറും വെച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് അതിൽ ഓയിലും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ അടുപ്പെന്ന് എന്തെങ്കിലും കടുക് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ എണ്ണയൊക്കെ ഇവിടെ തെറിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രേ നല്ലോണം മെസ്സാണ്, അതിൽ നല്ലോണം അഴുക്ക് പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. അത് വൃത്തിയാക്കണം. അപ്പോൾ നല്ല തേച്ച് ഉരച്ച് കഴുകിയാൽ തന്നെ അത് പോകത്തുള്ളൂ. ഞാൻ എന്താ ഇതുപോലുള്ള ഒരു ചുവന്ന സ്ക്രബ്ബർ വെച്ചാണ് നല്ല തേച്ച് ഉരച്ച് കഴുകിയപ്പോൾ അതിൽ ഒട്ടിയിരുന്ന ആ എണ്ണയുടെ എല്ലാം നല്ല വൃത്തിയായി ക്ലീനായി കിട്ടി, പുതിയതുപോലെ. പിന്നെ ഞാൻ ആ സിങ്കിൻ്റെ ചുറ്റും കൂടെയൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി അങ്ങ് എടുത്തു. നമ്മളിനി കുക്ക് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അഴുക്കാവും. നമ്മുടെ സ്ലാബൊക്കെ നമ്മൾ അപ്പോഴും തുടയ്ക്കണം. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ആകെ വൃത്തിയുടെ കിടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്ത് തീർക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം സമയത്ത് ചെയ്യാഞ്ഞിട്ടാണ് ഇപ്പം എല്ലാം കൂടെ ഓവർലോഡായിട്ട് വന്നത്. അല്ലെങ്കിൽ ഡെയിലി നോക്കുകയാണെങ്കിൽ സിമ്പിളാണ് ജോലികളൊക്കെ. നമ്മൾ ഈ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള കുക്കിങ്ങേ ഉള്ളൂ. പിന്നെ രാവിലെ ജസ്റ്റ് ഒന്ന് ഒതുക്കും വീടൊക്കെ, പിന്നെ തൂക്കാനുണ്ടെങ്കിൽ തൂക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെറിയ രീതിയിലൊക്കെ ഉള്ളൂ, ഒരുപാട് കറികളൊന്നും വെക്കത്തില്ലല്ലോ. അങ്ങനത്തെ പണികളൊക്കെ വരത്തുള്ളൂ, ചെറുതായിട്ടൊക്കെ കഴുകാൻ കാണത്തുള്ളൂ. പിന്നെ അടുത്ത ഉച്ചത്തെ ലഞ്ച്. ഇന്നിപ്പോൾ ഇത്രയും പണി വരാൻ കാര്യം ഞാൻ ഈ മടി പിടിച്ച് ഇത്രയും ബാക്കി ഇട്ടത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ തുണി മടക്കുന്ന തുണി അലക്കാൻ ഇടുന്നത് ഇതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഓട്ടവും ഒക്കെ കൂടെ വന്നു. അപ്പോൾ ഇനി ഇത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഇതുപോലെ ഇനിയും നോക്കിക്കഴിഞ്ഞാൽ കുറേ പണികൾ വീട്ടിനകത്ത് കാണും, പല സ്ഥലങ്ങളിലായിട്ട് ഒതുക്കാനും പറക്കാനും. അതൊക്കെ പയ്യെ ചെയ്യണം. അപ്പം ഞാൻ ഈ സ്ലാബൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണ്. കാരണം ഈ വയേഴ്സൊക്കെ ഉണ്ടല്ലോ, സ്വിച്ചൊക്കെ ഇരിക്കുന്ന സ്ഥലങ്ങളും നല്ല അഴുക്കാണ്. അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്ത് പോവുകയാണ്. പിന്നെ അടുത്ത് ഞാൻ മാറ്റി വെച്ച വലിയൊരു പണിയാണ് ഈ ഓവൻ ക്ലീൻ ചെയ്യാന്നുള്ളത്. ഞാനാണെങ്കിൽ ഡെയിലി ബേസിസിൽ ഓവൻ നല്ല യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യുന്ന ഒത്തിരി കറികളുണ്ട്. അപ്പം അതെല്ലാം ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കാറുണ്ട്. അപ്പം അങ്ങനെ ചിക്കൻ കറി പൊട്ടിത്തെറിക്കും, ബീഫ്, ഫിഷ്, അങ്ങനെ എല്ലാം തെറിച്ച് ചൂടാക്കുമ്പോൾ അതെല്ലാം അകത്താകെ അഴുക്കാണ്. അപ്പം ഞാൻ
അത് ക്ലീൻ ചെയ്യാനായിട്ട് ഞാനൊരു കുറച്ച് വെള്ളത്തിൽ വിനീഗറും നാരങ്ങ നീരും ഒക്കെ കുറച്ചെടുത്തിട്ട് അതിനകത്ത് ചൂടാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനി കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചോറൊക്കെ നോക്കാം. ഇന്ന് ഉച്ചത്തേക്ക് ബീൻസും ക്യാരറ്റും തോരനും പിന്നെ മീൻ പൊരിക്കണം. പിന്നെ പരിപ്പ് കറി ഫ്രിഡ്ജിൽ കാണും, അതുകൊണ്ട് അത് വെക്കത്തില്ല. ചോറ് വെച്ചു. അപ്പോൾ ചോറ് ഇപ്പോൾ ഏതാണ്ട് വെന്തിട്ടുണ്ട്, അതെടുക്കുവാണ്. പിന്നെ ബീൻസും ക്യാരറ്റും തോരൻ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇവിടെ കൂടുതലും അങ്ങനത്തെയൊക്കെയാണ് വാങ്ങിക്കാറും. ബീൻസും ക്യാരറ്റ്, കാബേജ് തോരൻ, ചെറുപയർ തോരൻ, ഇത് തന്നെയായിരിക്കും മാറിയും തിരിച്ചുമൊക്കെ. പിന്നെ തോരൻ ഞാൻ ബീൻസ് കൈ കൊണ്ട് അരിഞ്ഞിട്ട് ക്യാരറ്റ് മാത്രം ചോപ്പറിൽ ഇടാറാണ് പതിവ്. കാരണം ബീൻസ് നമുക്ക് ചോപ്പറിൽ ഇടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നോക്കിയപ്പോഴാണ് കരിവേപ്പില തീർന്ന കാര്യം. പക്ഷേ ഈ കരിവേപ്പിലൊക്കെ കുറച്ച് ഡ്രൈ ആണ് എൻ്റെത്. എന്നാലും തപ്പിയെടുത്ത് മുറിച്ചെടുത്ത്. ചില കൊണ്ടകളൊന്നും ഇല്ല, ഞാൻ മുറിച്ച് അപ്പോൾ അങ്ങനെ ഒരു പീസ് കിട്ടി. അത് ഞാൻ വെച്ചിട്ട് ആ തോരൻ ഉണ്ടാക്കുവാണ്. തോരനുള്ളത് അടുപ്പിലായി. പിന്നെ അത് വേന്ത് മുക്കാലാവുമ്പോഴേ അരപ്പ് ചേർക്കത്തുള്ളൂ. ആ സമയം കൊണ്ട് മീനും വറുക്കാനിടുവാണ്. നെന്മീനാണ്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വറുക്കണം. ഒരുപാട് മുരിഞ്ഞു പോയി അത് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പം ഇച്ചിരി സോഫ്റ്റായിട്ട് തന്നെ നമ്മൾ പൊരിച്ചെടുക്കണം നെന്മീനൊക്കെ. ആവോലൊന്നും അത്രയും കുഴപ്പമില്ല, എന്നാലും ഒത്തിരി ഡ്രൈ ആക്കിയാൽ കൊള്ളത്തില്ലല്ലോ. പിന്നെ ഈ തോരൻ നമ്മൾ അരപ്പ് ചേർക്കുന്നതൊക്കെ നോർമൽ എല്ലാവരും ചേർക്കുന്ന പോലെ തന്നെ ആയിരിക്കും അരയ്ക്കുന്നത്, ജീരകവും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട്. ഞാൻ പക്ഷെ കാബേജിൽ അരയ്ക്കുമ്പോൾ ഞാൻ അരയ്ക്കാറില്ല, ജസ്റ്റ് തേങ്ങ അതേപടി ഇടാറാണ് പതിവ് കാബേജിന്. പക്ഷെ ബീൻസും ക്യാരറ്റും ചെറുപയർ തോരൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ തേങ്ങ അരച്ച് തന്നെയാണ് ചേർക്കാറ്. ഇച്ചിരി മഞ്ഞപ്പൊടിയും കൂടെ ഇടും. പിന്നെ ഓർത്ത് പപ്പടം ഇരിപ്പുണ്ട്, അതും കൂടെ അങ്ങ് വറുത്തെടുത്തു. അതിനി ഇരുന്ന ചീത്തയായി പോവും. ഇപ്പോഴേ ആ പപ്പടം ഒരു വഴിയായി. അപ്പം അതിന് മുന്നേ അത് യൂസ് ചെയ്ത് തീർക്കുവാണ്. ആ പപ്പടവും കൂടെ വറുത്തു. സാധാരണ ഇന്നും പപ്പടം ഇവിടെ വലിയ താല്പര്യമൊന്നുമില്ല, വെച്ചാൽ കഴിക്കും, അങ്ങനെയുള്ളൂ. പിന്നെ നമുക്കൊരു മാങ്ങ അച്ചാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ ഇവിടെ കടയിൽ പോയപ്പോൾ വഴിയിൽ ഇങ്ങനെ ഷാർജയിൽ അച്ചാർ വെക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ വേണമെന്ന് ചോദിച്ചു. അവരുടെ കൂടെ ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു, അച്ചാറും ഉണ്ട്. അത് രണ്ടും മേടിച്ചു. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഓവൻ ക്ലീൻ ചെയ്യാൻ ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നാരങ്ങ നീരൊക്കെ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കുന്നുണ്ടായിരുന്നു, നല്ലോണം അതൊക്കെ ഇളകാനായിട്ട്. കാരണം നല്ല ചൂടായി കുറേ നേരം എൻ്റെ പേപ്പറൊക്കെ അതിൻ്റെ അകത്ത് തങ്ങി നിന്നാലേ അഴുക്കൊക്കെ ഇളകത്തുള്ളൂ. എന്നിട്ടൊരു രക്ഷയില്ലായിരുന്നു കേട്ടോ. നല്ല പണിപ്പെട്ടാണ് ആ ഓവൻ ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തത്. കുറേ നേരം ഉരയ്ക്കേണ്ടിയൊക്കെ വന്നു. ഞാൻ കരുതി തുടച്ചാൽ പോകുന്നു, പക്ഷെ അങ്ങനെയല്ല. നല്ല സമയം എടുത്ത് നല്ല സ്ക്രബ്ബർ വെച്ച് എന്നെ തേച്ച് ഉരച്ചിട്ടാണ് അവസാനം അത് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വന്നത്. ഡെയിലി നമ്മളിത് വൃത്തിയാക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സോപ്പ് സൊല്യൂഷൻ ഒന്നും വേണ്ട. ആ നാരങ്ങ നീരോ വിനീഗറോ ജസ്റ്റ് അല്ലെങ്കിൽ ഒന്നുമില്ല, വെള്ളം വെച്ച് വൈപ്പ് ചെയ്താൽ മാത്രം മതി. ഇതിപ്പോൾ ഇത്രയും പറ്റിപ്പിടിച്ചത് കൊണ്ടാണ് സോപ്പ് വരെ അവസാനം എടുക്കേണ്ടി വന്നു. സ്ക്രബ്ബറിട്ട് നല്ല ഉരച്ച് തേച്ച് കഴുകി 2-3 തവണ തുടച്ചൊക്കെ എടുത്തപ്പം എൻ്റെ ഓവൻ സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ എന്തൊരു സമാധാനമാണെന്നറിയോ. ഇതെന്നേ മാറ്റി വെച്ചതാ. അങ്ങനെ ആ പണി തീർന്നു. ഇനി നല്ലോണം ക്ഷീണിച്ചല്ലോ, ഒരു വാട്ടർമെലൺ ജ്യൂസ് ആവാമെന്ന് കരുതി കുറച്ച് വാട്ടർമെലൺ ഇരിപ്പുണ്ട്. അതിൽ കൂടെ പഞ്ചസാരയും ഐസ് ക്യൂബും വെള്ളമൊക്കെ ഒഴിച്ച് അത് പോയി ഇരുന്ന് കുടിച്ചു. ചായക്ക് പകരം അതായിരുന്നു ഞാൻ ഇന്ന് വൈകുന്നേരം കുടിച്ചത്. വാട്ടർമെലണൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സായി ഇരുന്നതിന് ശേഷം കുറേയൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് തുണികളൊക്കെ ഉണങ്ങി അതൊക്കെ വന്നെടുത്തു. പിന്നെ എന്താ ചെയ്തതെന്നറിയോ, പിന്നെ ഒരു വലിയ പണി അടുത്ത് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബാക്ക് യാർഡിൽ ആ ഗ്ലാസ് ഡോർ ഉണ്ടല്ലോ, അത് ഫുൾ ഒന്ന് വൃത്തിയാക്കണം. നമുക്ക് ജനാലയാണെങ്കിൽ എളുപ്പം, പക്ഷേ ഈ ഡോർ ആണെങ്കിൽ ഉണ്ടല്ലോ ഈ പൊടിയുടെ കാറ്റൊക്കെ വന്ന് അടിച്ചിട്ട് ആകെ നമ്മളെ പൊടിമയായിട്ട് ഇരിപ്പുണ്ട്. അപ്പം അകവും പുറവും വൃത്തിയാക്കണം. അപ്പം ആദ്യം പുറമെ എങ്ങനെ വൃത്തിയാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസ് ഇട്ട് ഇങ്ങനെ വെള്ളം വെച്ച് അടിക്കും. അപ്പോൾ ഫ്രണ്ടിലാണ് പൈപ്പ് ഉള്ളത് ഓസിൻ്റെ. അപ്പോൾ അത് പോയി തുറന്നിട്ടിട്ട് നമ്മൾ ബാക്കിൽ ഇങ്ങനെ നല്ലോണം അടിച്ച് കഴുകണം. പക്ഷെ അങ്ങനെയൊന്നും അഴുക്ക് പെട്ടെന്ന് പോകത്തില്ല. കുറച്ച് സോപ്പ് സൊല്യൂഷനും കൂടെ ഞാൻ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു വൈപ്പർ വെച്ചിട്ട് ഇങ്ങനെ വെള്ളം മാറ്റുകയാണ് ചെയ്തത്. അപ്പം അത്രയും ചെയ്താൽ മതി. നല്ല വ്യത്യാസമാണ് ആ ഗ്ലാസ് ഡോറൊക്കെ. എങ്കിലേ നമ്മൾ അകത്തുനിന്ന് നോക്കുമ്പം ഭംഗിയുള്ളൂ, അല്ലെങ്കിൽ കറ പിടിച്ചതുപോലെ ഇരിക്കും അവിടെ ഇവിടെ. നമ്മൾ ഈ വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ തറയൊക്കെ നല്ല വൃത്തികേടാവും. അപ്പം അതും കൂടെ ഒപ്പം തന്നെ ക്ലീൻ ചെയ്ത് പോയാലേ അവിടെയും കൂടെ വൃത്തിയാവത്തുള്ളൂ. പിന്നെ ഞാൻ തറയിലും വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൂടെ ആ ചെടികൾക്കും കൂടി അങ്ങ് വെള്ളം ഒഴിച്ച് ആ പണി അങ്ങ് തീർത്തു. അല്ലെങ്കിൽ ഞാൻ ഈ രാത്രി വീണ്ടും ചെടിക്ക് വെള്ളം ഒഴിക്കാൻ ഇറങ്ങണമല്ലോ. അപ്പോൾ ആ പണി അങ്ങ് ഇപ്പോഴും അങ്ങ് തീർത്തു. പച്ചക്കറികൾക്കും കറിവേപ്പില അതിന് പൂച്ചെടിക്കൊക്കെ ആ വെള്ളം ഒഴിച്ച് അങ്ങ് ആ പണി അങ്ങ് തീർത്തു. ഇവിടുത്തെ തണുപ്പൊക്കെ ഇപ്പോൾ പോയി ചൂടായി, അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ടൊന്നും ഇപ്പോൾ ഏൽക്കുന്നില്ല. വെള്ളം ഒഴിച്ചാലും തറയൊക്കെ കുറച്ച് കഴിയുമ്പം തന്നെ നല്ല ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിറയെ വെള്ളം ഒഴിക്കണം, എങ്കിലേ എഫക്റ്റ് ഉള്ളൂ. ഇല്ലെങ്കിൽ ഇപ്പം കഷ്ടപ്പെട്ട് നട്ടതൊക്കെ വെറുതെ ആയിപ്പോവും. അങ്ങനെ ആ പണിയൊക്കെ തീർത്തിട്ട് അകത്ത് കയറിയിട്ട് ഞാൻ ആ ഡോറിൻ്റെ ബാക്ക് സൈഡ്, അതായത് അകത്തുള്ള വശം ക്ലീൻ ചെയ്യണം. ഒരു സ്പ്രേ ബോട്ടിലിൽ വെള്ളം വെച്ച് അടിച്ചിട്ടാണ് വൈപ്പർ വെച്ച് ക്ലീൻ ചെയ്യുന്നത്. എങ്കിലേ നമ്മൾ ആ ചെയ്തിട്ട് കാര്യമുള്ളൂ. അകത്തും പൊടിയും അഴുക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്യുവാണ്.
ഇത് ഞാൻ എപ്പോഴും ചെയ്യണമെന്ന് വിചാരിക്കും. ഈ പൊടിയൊക്കെ നമുക്ക് അകത്തുനിന്നേ കാണാം, ഈ ഡോറിലൊക്കെ ഇരിക്കുന്നൊക്കെ നമ്മൾ കൈ പിടിക്കുന്ന പാടുകളും ഇറങ്ങി ഓരോ പ്രാവശ്യം ബാക്ക് സൈഡിലോട്ട് പുറത്തിറങ്ങുമ്പം നമ്മളിത് പിടിച്ചിട്ടാണല്ലോ ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം വിചാരിക്കും ഇതൊന്ന് വൃത്തിയാക്കണം. പക്ഷേ എന്താണെന്നറിയില്ല, മടി പിടിച്ച് ഇങ്ങനെ നീണ്ടു പോയതായിരുന്നു. ഇന്നിപ്പോൾ അതിനൊരു അവസാനം എന്തായാലും നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അത് ആ ഗ്ലാസ്സിൽ തൊട്ട് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും നല്ല ക്ലിയർ ആയിട്ട് നല്ല ക്ലീനായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ജോലി കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അകമെല്ലാം തുടയ്ക്കണം. അപ്പോൾ തുടയ്ക്കാനായിട്ട് കാരണം ഇത്രയും നീണ്ടു പോകാൻ കാര്യം ഇതൊന്ന് തുടച്ചിട്ട് വേണം, ഇതിൻ്റെ അഴുക്കൊക്കെ താഴെ വീഴുമല്ലോ നമ്മൾ സ്പ്രേ ചെയ്യുമ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞാലേ നമുക്ക് തുടയ്ക്കാൻ പറ്റത്തുള്ളൂ അകംഭാവം. അപ്പോൾ അത് തുടയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകമെല്ലാം എനിക്ക് വാക്വം ചെയ്ത് നല്ല ക്ലീൻ ആക്കി തന്നു. ഇപ്രാവശ്യം വാക്വമാണ് ചെയ്തത്, തൂക്കമല്ല ചെയ്തത്. കാരണം നിറയെ പൂച്ചമുടിയൊക്കെ ഉള്ളതുകൊണ്ട് വാക്വം ക്ലീനർ വെച്ചിട്ട് നല്ലോണം വൃത്തിയാക്കി. എന്നിട്ട് ഞാൻ തുടയ്ക്കണ ജോലി ഏറ്റെടുത്തു. ഇപ്പോൾ ഈ മോപ്പ് വെച്ചിട്ടാണ് ഞാനിവിടെ എല്ലാം തുടയ്ക്കുന്നത്. അപ്പോൾ ഈ നല്ല മോപ്പാണ്. അപ്പോൾ ഈ പൂച്ചകളകത്ത് കയറുന്നുണ്ടാണ് ഇത്രയും മുടി വരുന്നത്. പൂച്ചമുടി മാത്രമല്ല കേട്ടോ, എൻ്റെ മുടിയും ഉണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് മോപ്പ് വെച്ച് നന്നായി തുടച്ച് വൃത്തിക്ക് എടുത്തു. മുകളിലത്തെ നില ഇപ്രാവശ്യം ചെയ്യുന്നില്ല, എല്ലാം കൂടെ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആ മുകളിലോട്ട് കയറുന്ന സ്റ്റെപ്പും പിന്നെ താഴത്തെ നില ഫുൾ വൃത്തിയാക്കി എടുക്കുവാണ് മോപ്പ് വെച്ചിട്ട്. പിന്നെ ഒരുപാട് സ്റ്റാൻഡുകളൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾ ഈ കാണുന്ന കോർണറിലെ ലാഡർ സ്റ്റാൻഡും പിന്നെ ഷൂ റാക്കും TV-യുടെ സ്റ്റാൻഡ്, ടീപ്പോ, ഇതൊക്കെയായിട്ടേ ഉള്ളൂ സോളിഡ് ഫർണിച്ചേഴ്സ്. അപ്പോൾ അതിൻ്റെ അടിയൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കിയാൽ മതി. പിന്നെ കിച്ചണും അപ്പുറത്തെ ലോണ്ടറി റൂം, അപ്പോൾ ഇതൊക്കെ ഓട്ടിച്ച് ഞാൻ തുടയ്ക്കുകയാണ്. അങ്ങനെ ഈ മോപ്പ് ഉള്ളത് കൊണ്ട് എല്ലാം പെട്ടെന്ന് തുടച്ച് തീർക്കാൻ പറ്റി. എൻ്റെ എല്ലാ ജോലികളും തീർത്തു, മടി വെച്ച് മാറ്റി വെച്ചിരുന്ന എല്ലാ പണികളും തീർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.